ഹലോ, ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ പാലക്കാട് ലയൺസ് സ്കൂളിലാണ്. പാലക്കാട് ലയൺസ് ക്ലബ്ബ് സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ധനശേഖരണാർത്ഥം നടത്തുന്ന ഓണം എക്സ്പോയാണിത്. ഈ വീഡിയോയിലൂടെ എൻ്റെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേര് നേരിട്ട് വന്ന് ഈ ഒരു ഷോപ്പിംഗ് ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാത്തവരായിട്ടുണ്ടാവും. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ നിന്നും ഏതെങ്കിലും പ്രൊഡക്റ്റ് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ കാണണം. ഇത് സെക്കൻഡ് പാർട്ടാണ്. ആദ്യം തന്നെ പാലക്കാട്ടുകാർക്ക് സുപരിചിതമായിട്ടുള്ള ബാവ മെറ്റൽസിന്റെ ഒരുപാട് പാത്രങ്ങളുടെ കളക്ഷൻ ആണ് കേട്ടോ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചത് മെഡിറ്റേഷൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇവിടെയുള്ള മാം നമുക്കിത് കാണിച്ചു തരുമ്പോൾ തന്നെ ആ ഒരു വൈബ്രേഷൻ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. പലതരം കുങ്കുമച്ചെപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള കുങ്കുമച്ചെപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ വിഗ്രഹങ്ങളുടെ കളക്ഷൻ നമുക്കിവിടെ കാണാം. ഇത് പാസ്വേർഡ് പബ്ലിഷേഴ്സിന്റെ ചെറിയൊരു സ്റ്റോളാണ്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ബുക്കുകളും അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള നല്ല കളക്ഷനാണ് ഇവിടെയുള്ളത്. ഈ ഒരു സ്റ്റോൾ എസ്പെഷ്യലി ഫോർ ചെറിയ കുട്ടികൾക്കുള്ളതാണ്. അവർക്ക് വളരെ കൗതുകകരമായിട്ട് പഠിക്കാനായിട്ടുള്ള രീതിയിലാണ് ഈ ബുക്കുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രിന്റിംഗ് രീതിയും ഈ ബുക്കിന്റെ ഒരു മോഡൽസും നമുക്ക് വളരെയധികം ഇഷ്ടമാവും. ഈ ഒരു ഷേപ്പിലൂടെ കുട്ടികൾക്ക് എഴുതി പഠിക്കാവുന്നതാണ്, വരച്ച് പഠിക്കാവുന്നതാണ്. അതിനുള്ള പെൻസിലും ഈ ഒരു സ്പൈറൽ ബൈൻഡിങ്ങിന്റെ ഇടയിൽ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് നിലകളിലായിട്ടായിരുന്നു എക്സ്പോ നടന്നിരുന്നത്. നമ്മൾ മുകളിലായിരുന്നു ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് താഴത്തെ നിലയിൽ പോയി നോക്കാം. ഇതാണ് താഴത്തെ നിലയിൽ എക്സ്പോ നടക്കുന്ന ഹാൾ. എൻട്രിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ മരത്തിന്റെയും ചിരട്ടയുടെ ഒക്കെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. സാധാരണ കണ്ടുവരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതില് മഹാഗണിയുടെയും തേക്കിന്റെയും കട്ടിംഗ് ബോർഡ് ഉണ്ട്. ചിരട്ട കൊണ്ടുള്ള പുട്ടുപാത്രം, സാമ്പ്രാണി പുകയ്ക്കാനും ചന്ദനത്തിരി എല്ലാം കുത്തിവെക്കാനൊക്കെ ആയിട്ടുള്ള കുറെ പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. രണ്ട് ഫ്ലോറിലെയും ട്രേഡിംഗ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, താഴത്തെ നിലയിലുള്ളവര് കുടിൽ വ്യവസായം പോലെ വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഷോപ്പുകളോ ലാർജ് സ്കെയിലായിട്ട് വിൽപ്പനയോ ഇല്ല. പക്ഷേ ഇതൊക്കെ അവരുടേതായിട്ടുള്ള പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു ഹാൾ നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓൺലൈനായിട്ടോ ഷോപ്പിലൊക്കെ പോയി വാങ്ങാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഫ്ലോറിലുള്ള ഒട്ടുമിക്ക പ്രൊഡക്ട്സും അവരുടെ അടുത്ത് നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടോ ഓർഡർ എടുത്തിട്ടോ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഈ കാണുന്ന ഡിക്കേഴ്സ് എല്ലാം ചൈതന്യ എന്ന് പറയുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. ഇതെല്ലാം പ്രത്യേക കുട്ടികൾക്കുള്ള വികസന പരിശീലന കേന്ദ്രത്തിൽ നിന്നുള്ള പ്രൊഡക്ട്സ് ആണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള ഒരു പരിശീലന കേന്ദ്രമാണ് തല്ലിക്കടയിൽ പ്രവർത്തിക്കുന്ന ചൈതന്യ. ഇങ്ങോട്ടുള്ള എൻട്രിയിൽ തന്നെ നമുക്കൊരു ലക്കി ഡ്രോ കൂപ്പൺ തരുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും എനിക്ക് പ്രൈസ് വിന്നായി എന്നാണ് പറയുന്നത്. 500 റുപ്പീസിന്റെ ഗിഫ്റ്റ് വൗച്ചറാണ്. നമ്മളത് വാങ്ങാനായിട്ട് പോകുമ്പോഴാണ് വേറൊരു കൂപ്പൺ കൂടി ഇവിടെ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കൂപ്പൺ ഇട്ട് നമ്മൾ പ്രൈസ് വാങ്ങാനായിട്ട് പോയിട്ടോ. എനിക്ക് കിട്ടിയത് 500 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് വൗച്ചറാണ്. നമുക്ക് ഈ 500 രൂപയ്ക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഷോപ്പിംഗ് എല്ലാം കണ്ട് ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. അതിന്റെ കൂടെ ഇതുകൂടി ആയപ്പോൾ സംഗതി ഡബിളായി. അങ്ങനെ നമ്മൾ ഈ ഡിസ്കൗണ്ട് വൗച്ചറോട് ആദ്യം പോയത് ഫാൻസി തന്നെയായിരുന്നു കേട്ടോ. നയോർ എന്ന പേരുള്ള ഒരു ഫാൻസി സ്റ്റോളാണിത്. ഒരുപാട് ഫാൻസി ഐറ്റംസും അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗുകളൊക്കെ ഇവരുടെ പ്രൊഡക്ട്സ് ആണ്. നയോർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ തുടക്കക്കാർക്ക് അവരുടെ പ്രൊഡക്റ്റ് ഒരുപാട് പേർക്ക് മുന്നിൽ ഷോക്കേസ് ചെയ്യാനുള്ള നല്ലൊരു ചാൻസ് ആണ് ഈ ഒരു എക്സിബിഷനിലൂടെ ലഭിക്കുന്നത്. നയോരയുടെ ഇൻസ്റ്റാ പേജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ട്സ് ഇഷ്ടമായവർക്ക് പേജിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ്.
റേറ്റ് കുറവേ ഉള്ളൂ. ഇതിപ്പോൾ ഫാഷൻ ജ്വല്ലറിയുടെ വെച്ച് 1 ഗ്രാമൊക്കെ ഉണ്ട്. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇതൊരു സിംഗിൾ പീസ് 2. ഇതൊക്കെ മാഡം പിന്നെ അങ്ങനെ ആൻറ്റിക് മോഡൽസ് ഉണ്ട്. ടർക്കോയിഷ് എന്ന് പറഞ്ഞ സ്റ്റോണ്, ഇതിൽ കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഓണത്തിന് സാരിയുടെ കൂടെയൊക്കെ നമുക്ക് ഇടാം, ഗണപതിയൊക്കെ. ഈ ജ്വൽസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ജ്വല്ലറി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവിടെ അവൈലബിൾ ആണ്. ഒരു എക്സിബിഷൻ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന പ്രൊഡക്ട്സ് ആണ് ഈ ഒരു സ്റ്റോളിലുള്ളത്. ഇത് സാമ്പ്രാണി പോയിക്കുന്നതാണ്. പലപ്പോഴും എടുക്കണം എന്ന് വിചാരിച്ച് തിരിച്ച് വെക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. ഈ ഒരു കമ്പിയൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് മനസ്സിലായില്ല ആദ്യം എന്തിനാണെന്ന്. പിന്നീടാണ് അവർ ഡെമോ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് അച്ചാർ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു നമ്പർ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. കാരണം വളരെ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന അച്ചാറുകളാണ് അഗസ്ത്യാസിന്റെ അച്ചാറുകൾ കേട്ടോ. ഇവർക്ക് വേറെ ഷോപ്പുകളൊന്നുമില്ല, ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അച്ചാർ നന്നായിട്ട് ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ ഒന്ന് സ്റ്റെക്ക് ആവാൻ സാധ്യതയുണ്ട്. പലതരം അച്ചാറുകളാണ് കേട്ടോ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങാവുന്നതാണ്. അരനെല്ലിയാണ് കഴിഞ്ഞു കേട്ടോ, ഞാൻ കൊണ്ടുവരുന്നേ ഉള്ളൂ. അമ്പഴങ്ങ അല്ലേ? ഇതെന്താ ചേച്ചി? വെളുത്തുള്ളിയുടെ കഴിഞ്ഞോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതെന്നെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നാളെ കൊണ്ടുവരും. നാളെ വരും നോക്കട്ടെ. ഇല്ല, നാളെ കാർഡിൽ വിളിച്ചാലും മതി. ഇതെന്താ? സൂപ്പറല്ലേ? വ്യത്യാസം. വെളുത്തുള്ളിയും ഉണക്കമാങ്ങയാണ്. സൂപ്പർ. കുറച്ച് വെറൈറ്റി. പിന്നെ നട്ടി ബ്രൗണി ഉണ്ടായിരുന്നു. ഇത് ഫ്രഷ് സ്ട്രോബെറി കേക്ക് ജാറാണ്. ഫ്രഷ് സ്ട്രോബെറീസിൻ്റെ കമ്പോട്ട് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഡെക്കേഡൻഡ് ചോക്ലേറ്റ് ഹേസൽനട്ട് കേക്ക് ജാറാണ്. ഇതിൽ ചോക്ലേറ്റ് കേക്ക്, ചോക്ലേറ്റ് ഗണാഷ്, ഹേസൽനട്ട്സ് അത് മാത്രമാണ് ഉണ്ടാക്കി വരുന്നത്. ഇത് നമ്മുടെ ബെസ്റ്റ് സെല്ലർ മലായി കേക്ക് ജാറാണ്. മലായി റബഡി ആ സംഭവം ചെയ്തിട്ട് ഫുൾ നട്ട്സും എല്ലാം എലമെൻറ്റെല്ലാം അങ്ങനെ വരുന്നത്. പിന്നെ നമ്മുടെ ഓണം സ്പെഷ്യൽ പ്യോർ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത കായ വറുത്തത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണല്ലേ? ലിമിറ്റഡ് എഡീഷൻ ആണ്. ഇത് കാണുന്ന നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേജിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. വായിൽ വെക്കുമ്പോൾ തന്നെ നമ്മൾ മെൽട്ടായി പോകുന്നൊരു ഫീലാണ് കേട്ടോ. ഇവിടെ രണ്ട് ചേച്ചിമാർ കുറച്ച് ചിപ്സ് ഒരു പ്ലേറ്റിലാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു ബ്രാൻഡിൻ്റെ പ്രൊമോഷനാണോ എന്ന്. സൂപ്പർ. ഇതെന്താ ചിക്കൻ്റെ
ഇത് എത്രയാണ്? 225. ഇത് ജ്യൂസുകൾ. ഇതെന്തിൻ്റെയാ? അത് നെല്ലിക്ക. നെല്ലിക്ക. ഇത് ചീര. ചീരയോ? ചീരയോ? ചീരൻ്റെ ആണെന്ന് പറയില്ല. പെയിന്റിങ്ങിന് ഇങ്ങനെയും ഒരു സാധ്യതകൾ ഉണ്ടെന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം അത്രയധികം മോഡൽസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ഒരു പ്രൊഫഷൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനോട് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു പ്രൊഫഷൻ ആക്കാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത്രയും മനോഹരമായിട്ടാണ് കേട്ടോ ഈ കുട്ടി ഇവിടെ ചെയ്യുന്നത്. എല്ലാ എക്സിബിഷനിലും ഹൈലൈറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുപോലെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫേസ് പെയിന്റിംഗ് ആണ്. ഒരുപാട് പേര് പ്രായഭേദമന്യേ ഒരുപാട് പേര് ഫേസ് പെയിന്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലും ഒരു തൊഴിൽ സാധ്യത കണ്ടെത്തി അതിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയുള്ള ഓണം സമ്മാനം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ 500 റുപ്പീസിൻ്റെ ഈ ഒരു കൂപ്പൺ കൊണ്ട് വാങ്ങിയതാണ് ഇതൊക്കെ. ആൻഡ് ഫൈനലി ഒരുപാട് സാധാരണക്കാർക്ക് ബിസിനസ് ഒക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു എക്സിബിഷൻ കൂടിയാണ് ലയൺസ് ക്ലബ് സംഘടിപ്പിച്ച ഓണം ട്രേഡ് ഫെയർ. ഷോപ്പിംഗ് ചെയ്യുന്ന എന്നെ പോലുള്ളവർക്കാണെങ്കിലും ഒരുപാട് പ്രൊഡക്ട്സ് അറ്റ് എ ടൈം നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത്. അങ്ങനെ ഒരുപാട് പേര് പരിചയപ്പെടാൻ കഴിഞ്ഞു. ഓരോരുത്തരുടെയും ഇഷ്ടം പ്രൊഫഷൻ ആക്കിയവർ. ഇവിടെ പ്രൊഡക്ട്സ് എല്ലാം വിൽക്കുന്നവർക്ക് ഒരുപാട് പേരുടെ മുന്നിൽ ഒരേ സമയം അവരുടെ പ്രൊഡക്ട്സ് ഷോക്കേസ് ചെയ്യാനും പറ്റിയ ഒരു സമയം. ശരിക്കും ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്.